നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. സുഖം, ദുഃഖം, മാനം, അപമാനം, പ്രശംസ, നിന്ദ, ലാഭം, നഷ്ടം, ഇഷ്ടം, അനിഷ്ടം, ശുഭം, അശുഭം തുടങ്ങിയ പരസ്പര വിരുദ്ധ ഭാവങ്ങളാണ് ലോക സ്വഭാവത്തിന്. ഈശ്വരനിൽ സമർപ്പണം വന്നാൽ ഈ ദ്വന്ദ്വഭാവങ്ങൾ ഏകനും ആനന്ദ സ്വരൂപനുമായ ഈശ്വരന്റെ ലീലയാണെന്ന് ബോധ്യമാകും. സുഖദുഃഖാദി ദ്വന്ദ്വങ്ങൾ അസ്തമിച്ച് അവയുടെ സ്ഥാനത്ത് ഈശ്വര സ്വരൂപമായ ആനന്ദം കണ്ടെത്താൻ സാധിക്കും. അതാണ് ജീവിത സാഫല്യവും. നമ്മുടെ മനോഭാവത്തിനാണ് സുഖദുഃഖങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മനസ്സിന് പ്രതികൂലമായി തോന്നുന്നതെല്ലാം നമുക്ക് ദുഃഖമായി അനുഭവപ്പെടും. മനസ്സിന് അനുകൂലമായതെല്ലാം സുഖമായും അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ പറയുന്നത്, പൂർണ്ണവും ശാശ്വതവും സ്ഥായിയുമായ സുഖപ്രാപ്തിക്കുള്ള മാർഗം ഈശ്വരനിൽ ആത്മസമർപ്പണം ചെയ്യുക എന്നത് മാത്രമാണെന്ന്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. കലാഭ്യാം ചൂടാലംകൃത ശശികലാഭ്യാം നിജതപഃ ഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാമസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനഃ ഭവാഭ്യാമാനന്ദ സ്ഫുരദനുഭവാഭ്യാം നതിരിയം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. കഠിന തപസ്സിന്റെ ഫലമാണ് ശിവന്റെയും ശിവയുടെയും അർദ്ധനാരീശ്വര ഭാവം. അങ്ങനെയുള്ള ശിവനും ശിവയും ത്രിഭുവനങ്ങൾക്കും അനൽപമായി അഥവാ വിപുലമായ മംഗളം പ്രദാനം ചെയ്യുന്നു. ഉപാസകരെയും ഭക്തരെയും മോക്ഷത്തിലേക്ക് നയിക്കുന്നവരാണ് ശിവനും ശിവയും.
ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലെ ഈ സ്തുതിയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ ഒന്നാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ എൻ്റെ ഈ നമസ്കാരം ശിവയ്ക്കും ശിവനുമായി ഭവിക്കട്ടെ പറഞ്ഞു. എങ്ങനെയുള്ള ശിവയ്ക്കും ശിവനും? കലാഭ്യാം, കലാരൂപികളായിരിക്കുന്ന, സകല സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും എല്ലാം രൂപമായിരിക്കുന്ന ചൂടാലങ്കൃത ശശികലാഭ്യാം, മകുടത്തിൽ ചന്ദ്രകലയെ അലങ്കാരമായി ധരിച്ചവർ. നാം ശ്രദ്ധിച്ചു, അത് അലങ്കാരത്തോടൊപ്പം വലിയൊരു സദാചാര മര്യാദ കൂടിയാണ്. എങ്ങനെയുള്ള ശിവന്മാർക്ക്? നിജതപഫലാഭ്യാം, നിജതപഫലാഭ്യാം, സ്വന്തം തപസ്സിൻ്റെ ഫലരൂപങ്ങളായവർക്ക്. ശിവൻ, ശിവ ഇവർ അർദ്ധനാരീശ്വര ഭാവത്തിലാണ്. തൻ്റെ അർദ്ധാംഗം ശിവയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ശിവൻ. അതെങ്ങനെ സംഭവിച്ചു? അത് തപസ്സിൻ്റെ മഹിമയാണ്. തനിക്ക് ശിവനെ നാഥനായി ലഭിക്കണം എന്ന സങ്കല്പത്തോടു കൂടിയുള്ള അതികഠോരമായ തപസ്സാണ് ശിവ അനുഷ്ഠിച്ചത്, പാർവതി അനുഷ്ഠിച്ചത്. ആ പാർവതീദേവിയുടെ കഠോരമായ തപസ്സിൻ്റെ പരിണാമമാണ് ശിവൻ്റെ അർദ്ധാംഗം ലഭിച്ചത്. ഇനി ശിവയെ ലഭിച്ചതോ അത് ശിവൻ്റെ തപസ്സിൻ്റെയും ഫലമാണ്. ഇങ്ങനെ ഉഭയ തപസ്സുകളുടെയും പരിണാമമാണ്, ഫലമാണ് അർദ്ധനാരീശ്വര ഭാവം. അതുകൊണ്ട് നിജതപഫലാഭ്യാം, അങ്ങനെയുള്ളവർക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ. വേറൊരർത്ഥം, സകല ഭക്തന്മാർക്കും ഉപാസകന്മാർക്കും അവരുടെ തപസ്സിൻ്റെ ഫലങ്ങളെ നൽകുന്നവരാണ് ഇവർ രണ്ടുപേരും. സകല ഭക്തന്മാർക്കും ഉപാസകന്മാർക്കും അവരുടെ ജീവിതത്തിൽ അവരനുഷ്ഠിക്കുന്ന തപസ്സിൻ്റെ, ഇന്ദ്രിയ നിയന്ത്രണത്തിൻ്റെ, മനോനിയന്ത്രണത്തിൻ്റെ, അഥവാ ശാരീരികം, വാചികം, മാനസികം എന്ന് വിഭജിച്ച് പറയാവുന്ന തപസ്സിൻ്റെ, അതുമല്ലെങ്കിൽ പ്രായശ്ചിത്ത രൂപമായി ചെയ്യുന്ന തപസ്സിൻ്റെ, അങ്ങനെ തപസ്സിൻ്റെ ഫലം നൽകുന്നവരാണ് ശിവനും ശിവയും. അതുകൊണ്ട് നിജതപ ഫലാഭ്യാം, അങ്ങനെയുള്ളവർക്കായിക്കൊണ്ട് എൻ്റെ ഈ നമസ്കാരം ഭവിക്കട്ടെ. എങ്ങനെയുള്ളവർക്കായിക്കൊണ്ട്? ഭക്തേഷു പ്രകടിത ഫലാഭ്യാം, ഭക്തന്മാരിൽ പ്രകടിതമായ ഫലത്തോടൊത്തവർ. ആരാണോ ശിവയെ ഭജിക്കുന്നത്, ആരാണോ ശിവനെ ഭജിക്കുന്നത്, അത് വെറുതെ ആവില്ല. ഒരിക്കലും അവരുടെ ഭജനം നിഷ്ഫലാവില്ല. അവരുടെ ഭജനത്തിൻ്റെ ഫലം നിശ്ചയമായും വന്നു ചേരും, പ്രകടിതമാകും. അതാണ് ഭക്തേഷു പ്രകടിത ഫലാഭ്യാം, ഭക്തന്മാരിൽ പ്രകടിതമായ ഫലം. അതാണ് ശിവൻ്റെയും ശിവയുടെയും അനുഗ്രഹഭാവം. അങ്ങനെയുള്ളവർക്കായിക്കൊണ്ട് എൻ്റെ ഈ നമസ്കാരം ഭവിക്കട്ടെ. ഭക്തന്മാരിൽ സദാ പ്രകടിതമാകുന്നതാണ് അവരുടെ ദർശനം. ആശുതോഷനാണ് ശിവൻ, അതുതന്നെയാണ് ശിവയുടെയും ഭാവം. അഭയങ്കരന്മാരാണവർ. അതുകൊണ്ട് ഭക്തേഷു പ്രകടിത ഫലാഭ്യാം എന്ന് വിശേഷിപ്പിച്ചു. എങ്ങനെയുള്ളവർ? അസ്തോകത്രിഭുവന ശിവാഭ്യാം. സ്തോകം എന്ന് പറഞ്ഞാൽ അല്പം, അസ്തോകം അനൽപ്പം, ഭൂരി വിപുലമായത്, അനൽപ്പമായത്.
അപ്പോൾ 3 ഭുവനങ്ങൾക്കും ത്രിഭുവനങ്ങൾക്കും അസ്തോകമായ ശിവത്തെ, മംഗളത്തെ പ്രദാനം ചെയ്യുന്നവർ, അനൽപമായ മംഗളത്തെ 3 ലോകങ്ങൾക്കും പ്രദാനം ചെയ്യുന്നവർ. എന്താണ് അനൽപമായ മംഗളം? അത് മോക്ഷമാണ്. പരമമായ മുക്തിയിലേക്ക് ഈ ത്രിഭുവനത്തിലുള്ളവരെ മുഴുവൻ നയിക്കുന്നവർ. അഥവാ അനൽപമായ മംഗളത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക് 3 ലോകത്തെയും 3 ലോകത്തിലുള്ളവരെയും നയിക്കുന്നവരാണ് ശിവയും ശിവനും. അങ്ങനെയുള്ളവർക്കായിക്കൊണ്ട് അസ്തോകത്രിഭുവന ശിവാഭ്യാം, പിന്നെ ഹൃദി പുനർഭവാഭ്യാം, ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭവിക്കുന്നവർ. എവിടെയാണ് ശിവയും ശിവനും നിവാസം ചെയ്യുന്നത്? അതെങ്ങോ വിദൂരമായ കൈലാസത്തിലല്ല, മറിച്ച് ഭക്തന്മാരുടെ ഹൃദയത്തിലാണ്. അപ്പം ആരാണോ സ്തുതിക്കുന്നത്, ആരാണ് കീർത്തിക്കുന്നത്, ആരാണ് ഭജിക്കുന്നത്, അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിവസിക്കുന്നവരായ 2 പേർക്കും ഭവാഭ്യാം, അതിലൂടെ ആനന്ദസ്ഫുരദനുഭവാഭ്യാം, ആനന്ദാനുഭവത്തെ സ്ഫുരിപ്പിക്കുന്നവരാണ്, സ്പഷ്ടമായി അനുഭവിപ്പിക്കുന്നവരാണ്. ആനന്ദത്തെ സ്ഫുരിപ്പിക്കുന്ന അനുഭവത്തോടൊത്തവർ. ആരുടെ സാന്നിധ്യം, ആരുടെ ഹൃദയനിവാസം ഭക്തന്മാർക്ക് പരമമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നുവോ, പരമമായ ആനന്ദം മോക്ഷം തന്നെയാണ്. ആ മോക്ഷാനന്ദത്തെ സ്വന്തം ഹൃദയത്തിൽ സ്ഫുരിപ്പിക്കുന്നവർ. ആരുടെ ഹൃദയത്തിൽ? ഭക്തരുടെ ഹൃദയത്തിൽ. അവിടെ സംശയമില്ല, സ്വാനുഭവത്തിൽ പിന്നെ സംശയമില്ല. അങ്ങനെ സംശയരഹിതമായ സ്വാനന്ദത്തെ ഭക്തഹൃദന്തങ്ങളിൽ സ്ഫുരിപ്പിക്കുന്നവരായ ശിവയ്ക്കും ശിവനുമായിക്കൊണ്ട് എൻ്റെ ഈ നമസ്കാരം ഭവിക്കട്ടെ എന്ന് 1-ാമത്തെ ശ്ലോകത്തിൽ മംഗളാചരണം ചെയ്യാം. തുടർന്ന് നമുക്ക് 2-ാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ. തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. വസുദേവരുടെ സ്തുതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ശ്ലോകം കൂടെ പറയുകയാണ്. സത്വം ത്രിലോകസ്ഥിതയേ സ്വമായയ വിഭർഷ്യ ശുക്ലം ഖലു വർണ്ണമാത്മനഃ സർഗായ രക്തം രജസോവി ബൃംഹിതം കൃഷ്ണം ച വർണ്ണം തമസാ ജനാധ്യേ. സത്വം, ആ നിന്തിരുവടി. ആരാ? വിഷ്ണു ഭഗവാൻ. വിഷ്ണു ഭഗവാന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ് ഓരോ ശ്ലോകത്തിലൂടെ. വിഷ്ണു ഭഗവാന്റെ മഹത്വം എത്രത്തോളം കേൾക്കുന്നു അത്രത്തോളം ഭക്തി നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കും. ഭഗവാന്റെ ശ്രേഷ്ഠത, ഭഗവാനെ ആശ്രയിച്ചാലുള്ള ഗുണം, ഇതൊക്കെ ഭഗവത് മാഹാത്മ്യം കേൾക്കുന്ന എന്തിനാ? ഭഗവാനോട് ഭക്തി വേണമെങ്കിൽ വിരക്തി വരണമെന്നാണ് പറയുന്നത്. വിരക്തി വേണമെങ്കിലോ ശ്രദ്ധ വേണം. അപ്പോൾ ശ്രദ്ധയോടുകൂടിയേ വിരക്തി ഉണ്ടാവുകയുള്ളൂ. ആ വിരക്തിയിൽ നിന്നേ ഭക്തി ഉണ്ടാവുള്ളൂ. ഭക്തിയിൽ നിന്നേ ജ്ഞാനമുണ്ടാകുകയുള്ളൂ. ജ്ഞാനം ഉണ്ടായാലേ അജ്ഞാനം നശിക്കുകയുള്ളൂ. അജ്ഞാനം നശിക്കണമെങ്കിൽ എന്ത് വേണം? ഞാനെന്ന അഭിമാനബോധം ഉണ്ടാകാണ്ടിരിക്കണം. ആ അഭിമാനബോധം വരാണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? രാഗം ഉണ്ടാകരുത്. അപ്പോൾ രാഗമില്ലാണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? ജന്മം ഉണ്ടാകരുത്. ഇത്രയും കാര്യങ്ങൾ നമ്മളെ ഭാഗവതം പഠിപ്പിക്കുന്നത്. അപ്പം ഭക്തി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? വിരക്തി ഉണ്ടായിരിക്കണം. ശക്തി പോയിടുവാൻ നാമങ്ങളൊക്കെ ഭക്തിയോടുകൂടി ജപിക്കണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ആ നിന്തിരുവടിയായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ ത്രിലോകസ്ഥിതയെ 3 ലോകങ്ങളുടെ പാലത്തിനായിക്കൊണ്ട്, ഭൂർഭുവ സ്വർഗലോകങ്ങളുടെ പാലനത്തിനായിക്കൊണ്ട് എല്ലാ ലോകങ്ങളെയും സംരക്ഷിക്കുന്നവനാണ് ആര്? ഭഗവാൻ. ഭഗവാനെ ആശ്രയിക്കുന്നവരെ സർവദാ ഭഗവാൻ സംരക്ഷിക്കുന്നു. ഭഗവാനെ ആശ്രയിക്കുന്നവരെയാണ് ഭഗവാൻ സംരക്ഷിക്കുന്നത്. എപ്പോഴും രാവിലെയും വൈകുന്നേരവും നിഷ്ഠയോടുകൂടി ഭഗവത് നാമം ജപിക്കുന്ന ആളുകളെ ഒരു കാരണവശാലും ഭഗവാൻ കൈവടിയില്ല. ഭഗവാൻ അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആ ഭഗവാന്റെ ഉള്ളം, ആരുടെ ഉള്ളത്തിലാണോ ഭഗവാൻ വസിക്കുന്നത്
ആ വസിക്കുന്ന ഇടം പിന്നെ നരകമാകില്ല, സ്വർഗം തന്നെയാകും. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മുടെ ഉള്ളത്തിൽ ഭഗവാനെ ഇരുത്താണ്ട് ചന്ദനക്കുറിയിലും തുളസീദളത്തിലും ഒക്കെ ഭഗവാനെ ഇരുത്തിയത് കൊണ്ടാണ് ഉള്ളിൽ നിന്ന് ഭഗവാൻ നഷ്ടപ്പെട്ടത്. ബാഹ്യ ഉപാധികളിൽ മാത്രം ഭഗവാനെ ഇരുത്തുകയും ആന്തരിക ഉപാധികളിൽ നിന്ന് ഭഗവാൻ നഷ്ടപ്പെട്ടപ്പോഴാണ് 3 ലോകങ്ങളുടെ പാലത്തിനായിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ നമുക്കറിയാൻ പറ്റാതായിപ്പോയത്. അപ്പോൾ 3 ലോകപാലനത്തിനാകുമ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ നമ്മളെപ്പോലുള്ള ഒരാൾ ഭജിച്ചാൽ എന്താ അനുഗ്രഹം ലഭിക്കില്ലേ? തീർച്ചയായും ലഭിക്കും. അപ്പം പിന്നെ നമ്മളൊരു ചെറിയ അംശം മാത്രമാണ് 3 ലോകത്തിലെ. അപ്പം അതുകൊണ്ട് 3 ലോകത്തെ ഒരുപോലെ പാലിക്കുന്ന ആളാണെന്ന് മനസ്സിൽ ഉറപ്പിക്കണം ഭഗവാനെ. അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് ഭജനത്തെ വർദ്ധിപ്പിക്കണം. ഭഗവാനോട് അടുത്ത് ചെല്ലാൻ നമുക്ക് സാധിക്കണം. ഭഗവാൻ ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ ഭഗവാനോട് സംസാരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ദുഃഖഭാരം അത്രയേ ഇറക്കി വയ്ക്കാൻ കഴിയും. ദുഃഖങ്ങളേ ഉള്ളൂ, അതിൻ്റെ ഭാരമേ ഉള്ളൂ. ദുഃഖത്തിൻ്റെ ഭാരവും താങ്ങി മരണം വരെ യാത്രയാണ്. ആ ചുവടൊന്ന് ഇറക്കി വയ്ക്കാനുള്ള ഒരിടം തേടി യാത്രയാണ്. പക്ഷേ ഇറക്കി വയ്ക്കാനുള്ള ഇടം നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ഭഗവാനാണെന്ന് അറിയാത്ത ചുവടും താങ്ങിയാണ് നമ്മൾ യാത്ര ചെയ്തത്. ആ യാത്രയുടെ പരിസമാപനം കുറിക്കാനാണ് ഭാഗവത അമൃത ടി വഴി പ്രേക്ഷണം ചെയ്യുന്നത്. എന്താ? നമ്മുടെ ചുവടുകളിലുള്ള ഭാരം അത് ഇറക്കി വയ്ക്കാൻ. എവിടെയാ? ഭാഗവത ഗ്രന്ഥത്തിലൂടെ കിട്ടുന്ന വെളിച്ചത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളിൽ അതുകൊണ്ട് ഇറക്കി വയ്ക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷേ എന്തു ചെയ്യാനാ? അതിന് നമുക്ക് സാധിക്കുന്നില്ല. നമുക്കത് മനസ്സിലാക്കാമെങ്കിലും അത് പ്രായോഗികമാക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ദുഃഖം. അതുകൊണ്ട് 3 ലോകത്തെയും പരിപാലിക്കുന്ന ഭഗവാൻ ഒരിക്കലും എന്നെ കൈവടിയില്ല എന്ന് ഉറപ്പിക്കുക, മനസ്സിലുറപ്പിക്കുക. ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടോ സ്വമായയ, അങ്ങനെ ഭഗവാന്റെ മായയാൽ 3 ലോകത്തെയും പരിപാലിക്കുന്ന ഭഗവാൻ സ്വന്തം മായയാൽ ആത്മനഃ, ആത്മാവിൻ്റെ ശുക്ലം ശുദ്ധമായ വർണ്ണം രൂപത്തെ. ആത്മാവ് ശുദ്ധ സ്വരൂപനാണ്, സത്യം ആനന്ദ ജ്ഞാനസ്വരൂപനാണ് ആത്മാവ്. അങ്ങനെ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആത്മാവിൻ്റെ ശുക്ലം ശുദ്ധമായ വർണ്ണം രൂപത്തെ സർഗായ സൃഷ്ടിക്കായിക്കൊണ്ട് രജസ രജോ ഗുണത്താൽ ഭഗവാൻ സൃഷ്ടികർമ്മം എന്ത് ചെയ്തു? ശുദ്ധമായ ആത്മാവിനെ ആശ്രയിച്ചിട്ട് രജോ ഗുണത്താൽ, രജോ ഗുണത്തെ ആശ്രയിച്ചുകൊണ്ട് ഉപബൃംഹിതം വർദ്ധിക്കപ്പെട്ടിരിക്കുന്ന രക്തം രഞ്ജനാത്മകമായിരിക്കുന്ന രൂപത്തെ ജനാധ്യയെ സംഹാരത്താൽ തമസ തമോ ഗുണം കൊണ്ട് കൃഷ്ണവർണം ക്രോധരൂപമായ ആകൃതിയും വിഭർഷി ഭരിക്കുന്നു. ലോകത്തിൻ്റെ സൃഷ്ടിയാദികൾക്ക് കാരണം ഭഗവാനാണെങ്കിൽ ബ്രഹ്മാദികളായ ത്രിമൂർത്തികൾ ഈ ലോകത്തിന് എപ്പോഴും ആവശ്യമാണെന്നുള്ള കാര്യം നമ്മളാരും വിസ്മരിക്കരുത്. നമ്മളിവിടെ അവിടെ വന്നിരിക്കുന്ന വെള്ളത്തിലെ കുമിള പോലത്തെ ഒരു കുമിള മാത്രമാണ്. നമുക്ക് അതിനകത്ത് ജീവിക്കുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ത്രിഗുണാത്മകമായിട്ട് ഭഗവാൻ ഈ മായയാൽ ഈ പ്രപഞ്ചത്തെ ഓരോന്നിനെയും സൃഷ്ടിക്കുന്നു. ആദ്യം എന്ത് ചെയ്തു? തൻ്റെ നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മദേവനെ സൃഷ്ടിച്ചു. ബ്രഹ്മദേവനാൽ സൃഷ്ടിസ്ഥിതി എല്ലാവിധത്തിലുള്ള സൃഷ്ടിയും നടത്താൻ നിർദ്ദേശം കൊടുത്തു. അറിയില്ല, ബ്രഹ്മദേവൻ താമരമധ്യത്തിൽ അനേകായിരം വർഷങ്ങളോളം തപസ് ചെയ്തു തൻ്റെ ഉൽപ്പത്തി എവിടെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അപ്പോഴാണ് അങ്ങ് ഭഗവാനെ കണ്ടതെന്നാണ് പറയുന്നത്. ഭഗവത് ദർശനം ലഭിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ പറയുമ്പോഴും ഈ പ്രളയത്തിലെ മാർക്കണ്ഡേയ മഹർഷി സഞ്ചരിക്കുമ്പം ഒരു ആലിലയിൽ ഭഗവാൻ ഇങ്ങനെ ശയിക്കുന്നതായിട്ട് കണ്ടു. ഭഗവാൻ മാത്രം പ്രളയത്തിലെ സർവവും നശിക്കുമ്പം ഭഗവത് സാന്നിധ്യം മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നതെന്നുള്ള കാര്യമാണ് അതിലൂടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നശിച്ചാൽ എൻ്റെ ശരീരമാണ് നശിക്കുന്നത്. ഞാനെന്ന് പറയുന്ന ആത്മാവ് ഇവിടെ സ്ഥായിയായിട്ട് നിലകൊള്ളും. ആത്മാവിന് നാശമില്ല, ആത്മാവ് നിത്യവസ്തുവാണ്. ആ നിത്യവസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്നതോ അനിത്യങ്ങളായ പല വസ്തുക്കളാണ്. അനിത്യത്തെ നിത്യമായി കരുതിയതാണ് നമ്മുടെ പരാജയം. അനിത്യമേതാ? ഈ ശരീരമാണ്. ശരീരം എങ്ങനെയാണ്? ത്രിഗുണാത്മകമായിരിക്കുന്ന സത്വരജോസ്തമോ ഗുണങ്ങളെ ആശ്രയിച്ചിട്ട് കർമ്മവ്യവഹാരത്തിൽ മുങ്ങുന്നു. അങ്ങനെ ഈ ത്രിഗുണാത്മകമായിരിക്കുന്ന ഈ പ്രകൃതിയിൽപ്പെട്ട് നമ്മൾ ഓരോരോ കർമ്മവശന്മാരായി കർമ്മത്തിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കേണ്ടവരാകേണ്ട നമ്മൾ കർമ്മത്തിനകത്ത് അടിഞ്ഞുകൂടിയില്ല ചുഴിക്കകത്ത് വിടുന്ന വണ്ടിനെ പോലെ
ചുഴിയിൽപ്പെട്ട് പിന്നെ മുന്നോട്ട് പോകാതെ അതിൽപ്പെട്ട് താണു പോവുകയാണ്. കർമ്മത്തിനകത്ത് അടിമപ്പെട്ട് കർമ്മോത്സുകരാകാതെ കർമ്മവിമോചനം കിട്ടാതെ കർമ്മപാശത്താൽ ബന്ധിതരായി നമ്മളതിനകത്ത് പെട്ടുപോകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ജനിമൃതി രോഗമറുപ്പതിനു സഞ്ജീവനി. ജനന മരണങ്ങൾ അറുപ്പതിനൊരു സഞ്ജീവനി മന്ത്രമുണ്ട്. ആ മന്ത്രം ഏതാ? ഒരേ ഒരു മന്ത്രം, ഈശ്വരനാമം ജപിക്കുക എന്നുള്ളതാണ്. ഇനിയും ജനനം വേണോ? ഇതേപോലെ ദുഃഖങ്ങൾ അനുഭവിക്കണോ? ഇനി ഇതേപോലെ ദുരിതങ്ങൾ അനുഭവിച്ച് മരിക്കണോ എന്നൊക്കെ ചിന്തിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും സങ്കടത്തിൻ്റെ വൻകടലിനകത്ത് മുങ്ങിത്താഴാതെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹിക്കുന്നവരെല്ലാം ഭഗവാന്റെ മായയിൽ പെട്ടിരിക്കാണ്ട് ഭഗവാന്റെ ഐശ്വര്യത്തിൽ പെട്ട് ഭഗവാനെ തന്നെ ദർശിക്കുന്ന ആരെപ്പോലെ, നമ്മുടെ വസുദേവരെ പോലെ ആയിത്തീരാൻ പ്രയത്നിക്കുക. അതിനുള്ള കർമ്മം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇന്ന് അത്യാവശ്യം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. शङ्खं चक्रं कपालं त्रिशिखसुमसलौ तर्जनीं चापबाणम् भुवनदीपं भक्तचित्ताब्जसुरं सुरमुनिगणसेव्यं तत्त्वमस्यादिलक्ष्यं हरिहरसुतमीशम्